ചർമ്മ സംരക്ഷണത്തിനായിട്ട് നമ്മൾ കാപ്പിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സോപ്പും വളരെ നല്ലത് തന്നെയാണ് നമ്മുടെ ചർമ്മത്തിന്. നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചിലതരം പ്രശ്നങ്ങൾ മാറാൻ, അതായത് റെഡ്നെസ് മാറാൻ, സൂര്യതാപം മൂലമേറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനും, ചില വരളും ചുളിവുകളും ഒക്കെ മാറി ചർമ്മം യുവത്വമുള്ളതായിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കാപ്പിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു സോപ്പ് തയ്യാറാക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ സോപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബദാം എണ്ണ, വൈറ്റമിൻ ഇ ഓയിൽ, കാപ്പിപ്പൊടി, ഗ്ലിസറിൻ സോപ്പ് എന്നിവയാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് കാപ്പിപ്പൊടി കൊണ്ടുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ചർമ്മത്തിന്റെ യുവത്വം കാത്തു സൂക്ഷിക്കാനും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല സൂര്യതാപം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും കാപ്പിപ്പൊടി മികച്ചതാണ്. ഏറ്റവും നല്ല കാപ്പിപ്പൊടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 2 സ്പൂൺ ബദാം എണ്ണ ചേർക്കാം. വരണ്ട ചർമ്മത്തിനും ചില ചർമ്മ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ബദാം എണ്ണ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ തന്നെ തേനും ചേർത്ത് കൊടുക്കാം. ചർമ്മത്തിന്റെ ഈർപ്പം തിരിച്ചു കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ചർമ്മത്തിന് നല്ലൊരു ഗ്ലോ തരാനും തേൻ നല്ലതാണ്. തേൻ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കി എടുക്കണം. ഇവിടെ ഇതുപോലെ നല്ല കട്ടി പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രീ റാഡിക്കൽസിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വൈറ്റമിൻ ഇ നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഗ്ലിസറിൻ സോപ്പ് കഷ്ണങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കിയെടുക്കണം. 2 ചെറിയ സോപ്പ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ഗ്ലിസറിൻ സോപ്പ് കഷ്ണങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇവിടെ നന്നായി ഉരുക്കി വരുന്നുണ്ട്. ഇങ്ങനെ നന്നായി ലയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കാപ്പിപ്പൊടി കൊണ്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തെടുക്കാം. ഇനി ഇത് നല്ല ഷേപ്പിലാക്കി എടുക്കാനായിട്ട് ഇത് ഗ്ലാസ് പേപ്പറിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. മോൾഡ് വേണമെന്നൊന്നുമില്ല, അതിലേക്ക് ഒഴിച്ചാലും മതിയാകും. നന്നായി ചൂടാറുന്നതിന് മുൻപ് ഇതിലേക്ക് ഈ സോപ്പിന്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതിനി ഒരു രാത്രി മുഴുവൻ സെറ്റ് ആകാനായിട്ട് വെക്കാം. രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പേപ്പർ ഗ്ലാസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ സോപ്പ് തയ്യാറാണ്. ഒരു വൃത്താകൃതിയിൽ നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട്. സാധാരണ സോപ്പ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നങ്ങളില്ല. ചർമ്മകാന്തി കൂടാനും യുവത്വമുള്ള ചർമ്മം ലഭിക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ സൂര്യതാപം മൂലമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ചർമ്മം നന്നായിട്ട് സോഫ്റ്റ് ആകാനും ഒക്കെ ഈ ഒരു സോപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സോപ്പ് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സോപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചർമ്മത്തിനും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.